അന്നമനട പഞ്ചായത്തിലെ കല്ലൂർ ചന്ത ഇടശ്ശേരി റോഡ് ടൈൽ വിരിച്ച് പുനർനിർമ്മാണം നടത്തിയതിൽ അഴിമതിയെന്ന ആരോപണത്തെ തുടർന്ന് വീണ്ടും പൊളിച്ചു. അഴിമതി ആരോപിച്ച് വിജിലൻസിൽ നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്നാണ് റോഡിൽ വിരിച്ച ടൈലുകൾ പൊളിച്ചു നീക്കിയത്. പൊളിച്ച ഭാഗം പുനർനിർമ്മാണം ആരംഭിച്ചെങ്കിലും പൊളിച്ച ശേഷം വീണ്ടും ടൈൽ വിരിക്കുന്നതും ക്രമവിരുദ്ധമായാണെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യം ഹാർബർ വിഭാഗം ഉദ്യോഗസ്ഥരെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. റോഡ് പുനർനിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതി നടന്നതിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുവെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ വിജിലൻസ് ഡെപ്യൂട്ടി സൂപ്രണ്ടിന് പരാതി നൽകിയിരുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചേറ്റുവ സബ് ഡിവിഷന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം നടത്തിയത്. ടൈൽ വിരിച്ച് 1 വർഷമായപ്പോൾ റോഡ് തകർന്ന അവസ്ഥയിലായിരുന്നു. നിർമ്മാണത്തിനിടയിൽ തന്നെ ടൈൽ തകർന്നതും അപാകതയും നാട്ടുകാരും പൊതുപ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരും കരാറുകാരനും അനാസ്ഥ കാണിച്ചുവെന്നായിരുന്നു ആക്ഷേപം. റോഡിലൂടെ സൈക്കിൾ പോയാൽ പോലും ടൈൽ ഇളകിയതിന്റെ ശബ്ദമാണുണ്ടായിരുന്നത്. ടൈൽ പാകുന്നതിന് മുന്നോടിയായി ചെറിയ മെറ്റൽ വിരിച്ചിട്ടില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. 2024 ജൂൺ മാസത്തിൽ കരാറെടുത്ത നിർമ്മാണം തുടങ്ങിയത് സെപ്റ്റംബറിലായിരുന്നു. 5 വർഷത്തെ ഗ്യാരണ്ടിയിൽ നിർമ്മിച്ച റോഡ് മാസങ്ങൾക്കുള്ളിൽ തകർന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് കഴിഞ്ഞ 8 മാസമായിട്ട് ഈ പണി തുടങ്ങിയിട്ട് 4ാമത്തെ പ്രാവശ്യമാണ് ഇത് പൊളിച്ചു പണിയാണ്. ഞങ്ങളുടെ ഒരു അവസ്ഥ ഈ നാട്ടിലെ നിങ്ങൾ എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കണം. ഇത് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ടാറിങ് മുഴുവൻ മാറ്റണം, എന്നിട്ട് നല്ല രീതിയിൽ പണി ചെയ്യണം. ഇനി ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവരുത്, ഒരു 10-15 വർഷത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷേ അവർ നല്ല രീതിയിൽ അവർ പണി ചെയ്തില്ല. ആവശ്യത്തിന് ബേബി മെറ്റൽ ചേർത്തില്ല. അത് മാത്രമല്ല ഈ കട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ പോയിട്ട് പരിശോധിക്കാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം AXC വന്നപ്പോൾ ഞങ്ങൾ ഈ കട്ടയുടെ നിലവാരത്തെക്കുറിച്ച് ചോദ്യം ചെയ്തു. ഇതിന് ഗ്രിപ്പില്ല, ഒന്നുമില്ല. വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസർ പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഈ സാധനം എടുത്തേന്ന്. റോഡിൽ ടൈൽ വിരിച്ചത് പൂർണ്ണമായി നീക്കി വീണ്ടും നിർമ്മാണം നടത്തണമെന്നും സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തതിലെ അഴിമതി അന്വേഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. 500 മീറ്റർ റോഡ് ടൈൽ വിരിച്ചതിന് 33.50 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. നിർമ്മാണത്തിലെ അഴിമതിയും ക്രമക്കേടും സംബന്ധിച്ച് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നേരത്തെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനാലാണ് വിജിലൻസിനെ സമീപിച്ചത്. TCV ന്യൂസ്, മാള.